ഇരുകരങ്ങളും നെഞ്ചോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച്, ഇതാ എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ ഈശോ എൻ്റെ ഭക്ഷണമാണ്. നേരെ ഇരുന്ന് ആ ഈശോയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ പ്രഭാതത്തിൽ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നത്. എൻ്റെ ഉപവാസത്തിൻ്റെ അർത്ഥം ഞാൻ ഈശോയ്ക്ക് വേണ്ടി വിശക്കുകയും ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുകയും ചെയ്യും എന്നതാണ്. ഞാൻ നൊയമ്പെടുക്കുന്നത്, ഞാൻ ഒരു നേരം എടുക്കുന്നത്, ഞാൻ ഉപവസിക്കുന്നത്, ഞാൻ മാംസം വർജിക്കുന്നത്, ഞാൻ മത്സ്യം വർജിക്കുന്നത്, എനിക്ക് പ്രിയപ്പെട്ട ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഞാൻ വേണ്ട എന്ന് വയ്ക്കുന്നത്, ഞാൻ കൂടുതൽ ഈശോയ്ക്ക് വേണ്ടി വിശക്കാൻ വേണ്ടിയാണ്. ഞാൻ മദ്യം ഉപേക്ഷിക്കുന്നത് ഈശോയാകുന്ന ലഹരിക്ക് വേണ്ടി, എൻ്റെ ഹൃദയം ദാഹിക്കാൻ വേണ്ടിയാണ്. ഈശോയെ, ഈ പ്രഭാതത്തിൽ എൻ്റെ മെഡിറ്റേഷൻ ഇങ്ങനെയാണ്. ഈശോയ്ക്ക് വേണ്ടി ഞാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് സാധിക്കുന്നത് പോലെ നേരെയിരുന്ന് ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുത്ത് മനസ്സിലെ പ്രകാരം ഈ മന്ത്രം മനസ്സിൽ ആവർത്തിച്ച് പറയുന്നു. ഈശോയ്ക്ക് വേണ്ടി ഞാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. ഈശോയ്ക്ക് വേണ്ടി ഞാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ ആത്മാവിൻ്റെ ദാഹമാണത്, എൻ്റെ ആത്മാവിൻ്റെ വിശപ്പാണത്. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പ്, ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ അധരത്തിൽ നിന്ന് അടർന്നു വീഴുന്ന ഓരോ വചനം കൊണ്ടുമാണ്. ദൈവത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പ് അവിടുത്തെ വചനത്തിന് വേണ്ടിയിട്ടുള്ള വിശപ്പാണ്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കട്ടെ, അതിരട്ടിയായി പുറത്തേക്ക് പോകട്ടെ. മനസ്സിൽ ഈ പ്രാർത്ഥന ആവർത്തിച്ച് പറയട്ടെ. ഈശോയ്ക്ക് വേണ്ടി ഞാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ തൊണ്ട വരളുന്നത് ഈശോയാകുന്ന ജലം കുടിക്കാനാണ്. എൻ്റെ ഉദരം കാത്തിരിക്കുന്നത് ഈശോയാകുന്ന ഭക്ഷണത്തിന് വേണ്ടിയാണ്. എൻ്റെ ശരീരത്തിൽ വിശപ്പുള്ളത് ഈശോയാകുന്ന ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. ആ വിശപ്പാണ് ഇന്ന് പ്രഭാതത്തിൽ അതിരാവിലെ എഴുന്നേറ്റ് വളരെയധികം ദൂരം യാത്ര ചെയ്ത് ഈ പുണ്യഭൂമിയിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്, ഈ പുണ്യഭൂമിയിലേക്ക് എന്നെ വഴി നടത്തിയത് കർത്താവിന് വേണ്ടിയിട്ടുള്ള ദാഹവും വിശപ്പുമാണ്. ആ വിശപ്പിന് ഉള്ള ഭക്ഷണം തേടിയാണ്, ആ ദാഹത്തിനുള്ള ജലം തേടിയാണ് ഈ പുണ്യഭൂമിയിലേക്ക് ഇന്ന് ഞാൻ യാത്ര ചെയ്തത്. ഉള്ളിലേക്ക് നന്നായി ശ്വാസമെടുക്കാം. കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് എല്ലാ തരത്തിലുള്ള അസ്വസ്ഥതകളും യേശുനാമത്തിൽ മറന്ന് ഏകാഗ്രതയോടുകൂടെ മനസ്സിൽ ആവർത്തിച്ച് പറയട്ടെ. ഈശോയ്ക്ക് വേണ്ടി ഞാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. അടുത്തിരിക്കുന്ന 2 പേർക്ക് കേൾക്കാൻ പറ്റുന്ന ശബ്ദത്തിൽ എല്ലാവരും ഒരുമിച്ച് അച്ഛൻ പറഞ്ഞതിന് ശേഷം ഏറ്റുചൊല്ലട്ടെ. ഈശോയ്ക്ക് വേണ്ടി ഞാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. ഈശോയ്ക്ക് വേണ്ടി
ഞാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. ഒരുമിച്ച് പറയാം. ഈശോയ്ക്ക് വേണ്ടി ഞാൻ വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നു. 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 ഈശോയ്ക്ക് വേണ്ടി ഞാൻ വിശക്കുകയും കണ്ണുകളടച്ച് കരങ്ങൾ മടിത്തട്ടിൽ തുറന്നു വെച്ച് നേരെയിരുന്ന് നിശബ്ദമായി എൻ്റെ ഉള്ളിലുള്ള ദൈവത്തിനു വേണ്ടിയിട്ടുള്ള വിശപ്പും ദാഹവും കെടുത്തിക്കളയുന്ന, തല്ലിക്കെടുത്തുന്ന ഈ ലോകത്തിൻ്റെ ചില വിശപ്പുകളുണ്ട്, ദാഹങ്ങളുണ്ട്. എൻ്റെ ഉള്ളിലെ ദൈവത്തിന് വേണ്ടിയിട്ടുള്ള ദാഹവും വിശപ്പും നശിപ്പിക്കുന്ന ഈ ലോകത്തിലുള്ള ചില കാര്യങ്ങൾ യേശുനാമത്തിൽ വിട്ടുപോകാൻ, അതിൽ നിന്നൊക്കെ അനുതപിച്ച് അവിടുത്തെ പക്കലേക്ക് തിരികെ വരാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. എൻ്റെ ഉള്ളിൽ ദൈവത്തിനു വേണ്ടിയുള്ള വിശപ്പും ദാഹവും വർദ്ധിപ്പിക്കുന്ന ദൈവവചനം വീണ്ടും വീണ്ടും നിറയപ്പെടാൻ ആഗ്രഹിക്കാം. വലിയൊരു അഭിഷേകത്തിൻ്റെ ദിവസമായി കർത്താവ് നമ്മെ തൻ്റെ വചനത്തിലൂടെ പഠിപ്പിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്നൊരു ദിവസമായി ദിവസം മാറട്ടെ എന്ന് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ഉറക്കെ വിളിക്കാം. ഈശോയേ, ഈശോയേ. ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരമുയർത്തി ഉറക്കെ വിളിക്കട്ടെ. ഈശോയേ, 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 ഈശോയേ. Praise the Lord. Hallelujah.